സമാധാനത്തിനുള്ള നോബൽ സമ്മാനം തരൂ എന്ന് കേണപേക്ഷിച്ചുകൊണ്ട് നോബൽ പ്രൈസ് കമ്മിറ്റിയുടെ സ്വൈര്യം കെടുത്തിയിരുന്ന ട്രംപിന്റെ ആശകൾ പൂവണിയാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും പുതിയ വാർത്ത. അതെ, ലോകത്തിൽ ഉണ്ടായിട്ടുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും മധ്യസ്ഥത വഹിച്ച് അത് താനാണ് സോൾവ് ആക്കിയത് എന്ന് അവകാശപ്പെടുന്ന ഭരണത്തിലേറി 6 മാസങ്ങൾക്കുള്ളിൽ ബൈഡന്റെ റെക്കോർഡ് പൊട്ടിച്ച് 550ഓളം ബോംബുകൾ വർഷിച്ച, ട്വിറ്ററിൽ ലോക നേതാക്കളെ ഭീഷണിപ്പെടുത്തിയും വിരട്ടിയും ചട്ടമ്പിത്തരം കാണിക്കുന്ന അതേ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇപ്പോൾ ഒടുവിൽ ഇതാ സമാധാനത്തിന്റെ വെള്ളരിപ്രവായിട്ട് വാഴ്ത്തപ്പെടാൻ പോകുന്നത്. നോബൽ പ്രൈസ് കമ്മിറ്റി ഒന്ന് നോമിനേറ്റ് ചെയ്യുക പോലും ചെയ്യാതെ തഴഞ്ഞുവിട്ട അമേരിക്കൻ അരിപ്രാഞ്ചിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് വലിയ ക്ഷീണമായി പോയതിനു ശേഷമാണ് എന്തിനാ അതുപോലെ ഇടണം, അത് തന്നെ ഞങ്ങൾ തരില്ലേ എന്ന ഉറപ്പുമായിട്ട് ഫിഫ ഇപ്പോൾ മുൻപോട്ട് വരുന്നത്. ലോകപ്രസിദ്ധ ഫുട്ബോൾ സംഘടനയായിട്ടുള്ള ഫിഫ സ്പോർട്സിലൂടെ സമാധാനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക അവാർഡ് തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. സമാധാനത്തിനായിട്ട് അസാധാരണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തികളെ ആദരിക്കുന്നതിനായിട്ട് ഒരു വാർഷിക സമ്മാനം നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫിഫ. ഇതിന്റെ സ്വീകർത്താക്കൾ കായിക ലോകത്തുള്ളവർ അല്ലെങ്കിൽ കായിക മേഖലയിലുള്ളവർ മാത്രമായിരിക്കില്ല എന്ന് ഫിഫ പറഞ്ഞതിന് പിന്നാലെയാണ് അഭ്യൂഹങ്ങളുടെ തുടക്കം. നേരത്തെ നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ദിവസം, അതായത് ഒക്ടോബർ 9 ഗാസയിൽ സമാധാന കരാറിനുള്ള ശ്രമങ്ങൾക്ക് ട്രംപ് തീർച്ചയായിട്ടും നോബൽ സമ്മാനം അർഹിക്കുന്നുണ്ട് എന്ന് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ച ആളാണ് ഈ ഫിഫയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഗിയാനി ഇൻഫാന്റിനോ. ഫിഫ പുതിയ സമ്മാനം പ്രഖ്യാപിച്ച ദിവസം, അതായത് ഇങ്ങനെ ഒരു ലോക സമാധാന പ്രൈസ് ഫിഫ കൊടുക്കും എന്ന് പ്രഖ്യാപിച്ച അതേ ദിവസം ബുധനാഴ്ചയാണ് ട്രംപും ഇൻഫാന്റിനോയും മിയാമിയിൽ വെച്ച് കണ്ടുമുട്ടിയിരിക്കുന്നത്. ഇതോടെയാണ് അഭ്യൂഹങ്ങൾ പടർന്നത്. അതായത് ട്രംപ് തന്നെ ആയിരിക്കുമോ ഇതിന്റെ ആദ്യത്തെ സ്വീകർത്താവ്, ട്രംപിന് വേണ്ടിയാണോ ഈ അവാർഡ് തന്നെ ഉണ്ടാക്കിയത് എന്നുള്ള പല സംശയങ്ങളും പല ദിക്കുകളിൽ നിന്നും വരുന്നുണ്ട്. അടുത്ത വർഷം അമേരിക്കയിലേക്ക് ഫിഫ വേൾഡ് കപ്പ് കൊണ്ടുവരുന്ന ട്രംപിനല്ലെങ്കിൽ പിന്നെ ആർക്കാണ് ലോക സമാധാനത്തിനുള്ള അവാർഡ് കൊടുക്കേണ്ടതെന്നാണ് വെറും അന്തങ്ങളായിട്ടുള്ള ട്രംപിന്റെ അനുകൂലികൾ ചോദിക്കുന്നത്. ട്രംപ് ആയിരിക്കുമോ ഈ അവാർഡിന്റെ ഈ വർഷത്തെ വിജയി എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം ഒരു പുഞ്ചിരിയിൽ ഒതുക്കിക്കൊണ്ട് ഡിസംബർ 5 കണ്ടോളൂ എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എന്തായാലും നോബൽ കമ്മിറ്റിക്ക് മുൻപിൽ തൊലി ഉരിഞ്ഞതിന് ശേഷം ചുളുവിൽ ലോക സമാധാനത്തിന്റെ പ്രൈസ് അടിച്ചെടുക്കാൻ ഒരു ഗോൾഡൻ പെനാൽറ്റി ഷോട്ട് നൽകിയ ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോയെ ട്രംപ് എന്തായാലും കാണേണ്ടതുപോലെ തന്നെ കാണും എന്നുള്ള കാര്യത്തിൽ തീർച്ച. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.